ഇപ്പോൾ ഒരുപാട് റേപ്പ് കേസസ് നമുക്ക് റീസെൻ്റ് ആയിട്ട് ഒരുപാട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റേപ്പ് ചെയ്യുന്നവർക്ക് എന്ത് ശിക്ഷയാണ്, എന്ത് പണിഷ്മെൻ്റാണ് കൊടുക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ആൾക്കാരൊക്കെ എന്ത് പണിഷ്മെൻ്റാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ശിക്ഷ കൊടുക്കുന്നതാണ് നല്ലത്? ഇതൊക്കെ ഇല്ലാതെ ആവാൻ വേണ്ടി എന്ത് ശിക്ഷ കൊടുക്കുന്നതാണ് നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റേപ്പ് ചെയ്യുന്ന ആൾക്കാരെ എന്ത് പണിഷ്മെന്റ് കൊടുക്കണം എന്നാണ് ആഗ്രഹം? കൊല്ലണം, ഒറ്റടിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ അവരെ കൊല്ലാത്തത്? നമ്മുടെ എനിക്ക് പറയാൻ അങ്ങനെ അറിഞ്ഞൂടെ. എന്തായാലും എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് കൊല്ലണം തന്നെയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ രീതി കൊണ്ടായിരിക്കാം ഈ വീണ്ടും വീണ്ടും റേപ്പ് ഇങ്ങനെ വരാനുള്ള കാരണം എന്തായിരിക്കും? ഇവിടുത്തെ നിയമം തന്നെയാണ് കാരണം. അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല ഫുഡും കാര്യം കിട്ടും. പിന്നെ വേറെ അടുത്താണെങ്കിൽ നടക്കൂല, ഒറ്റയ്ക്ക് കയത്തോട്ടെ അവരെ കൊല്ലും. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോയിക്കുന്ന കുശാലാണ് ഫുഡ്, ചിക്കൻ, ബീഫ്, മട്ടൺ എല്ലാം കിട്ടും. ഞാനൊരു ഇതിൽ റീൽസിൽ കണ്ടതാണ്, ഉച്ചക്ക് ആവുമ്പോ നല്ല ഫുഡ്, പിന്നെ വൈകുന്നേരം ആവുമ്പോ ചായ 2 മണിക്ക് കിട്ടും. അത് കിട്ടാൻ വേണ്ടിയാണ് കൊലപാതകം ചെയ്യാൻ വേണ്ടി. അങ്ങനെ നല്ല നല്ല ഫുഡ് കിട്ടും. പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. അതാ നല്ലത്. അവിടെ പോയാലും നല്ല ശരീരത്തോട് നന്നായി വരികയും ചെയ്യുന്നുണ്ട്. അതന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരാള് റേപ്പ് ചെയ്ത ഒരാള് വിട്ടയച്ചായിരുന്നു, തെളിവില്ലാന്നും പറഞ്ഞിട്ട്. എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? നല്ല നടപടി എടുത്തേക്കണെന്ന്. ഇത്രയും നല്ല നടപടി വേറെ എവിടെ എടുത്തിട്ടുണ്ടാവൂല. ഇനിയിപ്പോ ആള് നാട്ടിലേക്ക് വന്ന ആളെ കൊല്ലുന്നു തോന്നുന്നുണ്ടോ? നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടി അവിടുത്തെ ചിലപ്പോൾ ആൾക്കാർ പ്രതികരിക്കായിരിക്കും, ഇല്ലാതെ വേറെ ആരെയും അങ്ങനെ നോക്കില്ല. കാരണം സ്വന്തം കുടുംബത്തിൽ ഉണ്ടായാലാണ് അവർ പ്രതികരിക്കുള്ളൂ. എല്ലാവരും ഈ ഫോണിൽ സ്റ്റാറ്റസ് ഇടാ, അല്ലെങ്കിൽ സ്റ്റോറി ഇടാ, ജസ്റ്റിസ് ഫോർ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇടണല്ലാണ്ട് പൊതു സമൂഹത്തിലേക്ക് ഈ ഒരു സംഭവത്തിനെ പറ്റി ആരും വ്യാകുലപ്പെടുന്നില്ലല്ലോ, ആരും ഇറങ്ങി വരുന്നില്ല. അവിടെ അതെന്തായിരിക്കും? ആൾക്കാർ ഇപ്പൊ സൊസൈറ്റി അങ്ങനെയാണ്, അതിനെ വളർത്തിയെടുക്കണം അങ്ങനെയാണ്. ഒറ്റയടിക്കാതെ പറയാനുള്ളൂ. ജസ്റ്റിസ് എന്ന് പറഞ്ഞ് വെറുതെ പോസ്റ്റ് ഇടാ, മറ്റുള്ളവരെ കാണിക്കാം, എനിക്ക് വിഷമമുണ്ടെന്നില്ല. അത് ആരും അതിനു വേണ്ടി പ്രതികരിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല. അവിടെ ഞാൻ അവരെ ഏർപ്പാട് പോവാറില്ല. ഇപ്പൊ ഒരു റേപ്പ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ത് പണിഷ്മെന്റ് ആണ് ആൾക്ക് കൊടുക്കേണ്ടത്? കൊല്ലണം. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ രാജ്യം കൊല്ലാത്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ആ ഒരു ശിക്ഷ കൊടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? കുറെ നാള് ജയിലിലൊക്കെ ഇട്ട് വളർത്തിയതിനു ശേഷം വിട്ടയക്കുക, അല്ലെങ്കിൽ ജീവപര്യന്തൊക്കെയാണ് കൊടുക്കാറുള്ളൂ. അന്നായിരിക്കും വധശിക്ഷ വിധിക്കാത്തത്. നമ്മുടെ കേരളം അങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വധശിക്ഷ വിധിച്ചത് കൊണ്ട് റേപ്പില്ലാതെ തോന്നുന്നുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് റേപ്പ് ചെയ്യണ ഒരാൾക്ക്? റേപ്പ് ചെയ്യുന്ന ആൾക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ വധശിക്ഷ നടപ്പിലാക്കാത്തത്? നമ്മുടെ നിയമത്തിന്റെ ഒരു പ്രശ്നങ്ങളുള്ള അങ്ങനെയാണല്ലോ നമ്മുടെ ഇവിടുത്തെ നിയമം. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു റേപ്പ് ചെയ്ത ഒരാള് വിട്ടയച്ചായിരുന്നു, അതായത് തെളിവില്ലാന്നും പറഞ്ഞ് റേപ്പ് ചെയ്ത ആളെ വിട്ടയച്ചായിരുന്നു. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമുക്ക് ശക്തമായ പ്രതിഷേധം തന്നെയാണ്. നമുക്ക് നിസ്സഹായരാണ് നമ്മളൊക്കെ. ഇപ്പൊ വീണ്ടും വീണ്ടും ഇതിപ്പോ നിയമം ഇങ്ങനെ ഇതാലാണ് വീണ്ടും വീണ്ടും കുട്ടികളെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഇത്രയും ഇതായിട്ട് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഒരു ഇതായിട്ട് എടുക്കാത്ത, ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവരെടുക്കാത്തത്? ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കാത്തതല്ല, ആ നിയമത്തിന്റെ ഓരോ പഴുതുകളാണല്ലോ അതൊക്കെ. അതുകൊണ്ട് ആർക്കും ഒരു നിവർത്തിയില്ല അതൊക്കെ ഒന്ന് ചെയ്യാം, അത്രേ ഉള്ളൂ. എല്ലാവർക്കും അത് റേപ്പ് ചെയ്യുന്ന ആൾക്കാരെ അവർക്കിപ്പോ ഒരു ഫ്രീഡം പോലെ ആയില്ല. ഇപ്പൊ എന്തായാലും എല്ലാ ജയിൽ പോയി ചോറയിക്കുക, പുറത്തേക്ക് ഇറങ്ങാന്നുള്ളൊരു ഇതായി മാറിയേക്കാണ്. ഇപ്പൊ ഗോവിന്ദചാമിയൊക്കെ ഇപ്പോഴും വീർത്ത് നല്ലതായിട്ട് ഇരിക്കുകയാണ്. ഒരു നിയമം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഇങ്ങനെ ഇതായിക്കോട്ടെ എന്നുള്ള ഇതാണല്ലേ. അല്ല, നമുക്ക് അമർഷമുണ്ട് അതിലൊക്കെ, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഗവൺമെന്റിന് ചെയ്യാൻ പറ്റിയ അത് സ്വാഭാവികമായിട്ട് അതൊക്കെ നടക്കും. ഇതൊക്കെ നടക്കണതാണ് പരിപാടി. ഇന്നിപ്പോ ഒരു നിയമം വന്നിട്ടില്ലേ, എന്ത് നമ്മ കുട്ടികളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ അമീറുൽ ഇസ്ലാമിന് ഇപ്പോഴും ജയിലിട്ടേക്കല്ലേ. സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് കൊന്നുകളയാ. അതിനകത്ത് വേറെ തീറ്റി പോറ്റരുത്. ഈ പറഞ്ഞ ഈ അടുത്തുണ്ടായ ആലുവ കൊലപാതകല്ലേ, അതൊക്കെ ഉടനടി ശിക്ഷ, അതിന് ഒരു കാലതാമസം വരുത്തരുത്, അതൊക്കെ ഉടനടി. ഇതിപ്പോ കുറെ നാളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വരണം. ഇന്നലെ പാസ്സായിട്ടുണ്ടെന്ന് പറയണ്ടല്ലോ.
പുതിയ എന്താ നിയമം വന്നിട്ടില്ലേ എന്താ കുട്ടികളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ വധശിക്ഷ നടപ്പിലാക്കും എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു ഇത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ പീഡിപ്പിച്ചാണ്. പിന്നെ എന്ത് നിയമം വന്നിട്ട് കാര്യമില്ല. നമുക്ക് ഈ പറഞ്ഞ ഒരു വിവേകപൂർണമായ ചിന്ത, ഇതിപ്പോ അമ്മയാണെന്നും കൊച്ചാണെന്നും, പിന്നെ എന്നാലും ഈ പറഞ്ഞ വികാരം എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും മുമ്പ് ചോദിച്ചല്ലോ, സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്താലും ഈ പറഞ്ഞ എത്ര എഡ്യൂക്കേഷൻ കൊടുത്താലും ഈ സംഭവം മനുഷ്യന്റെ ഇതുപോലെ ഇരിക്കും. ഈ ലഹരിയുടെ സംഭവമാണ് ഇതിന്റെ ഒരുപാട് അല്ല പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഇത്ര ആക്റ്റീവായി ഉള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാം അറിയുന്നത്. ഇതിന് മുന്നേ പണ്ടും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അത് സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ചാലിലും പറമ്പിലൊക്കെ പൂണ്ട് കൊലപാതകം അതൊക്കെ അങ്ങനെ അങ്ങ് അസ്തമിച്ചു പോയി. പക്ഷെ ഇന്ന് ഇത്ര സോഷ്യൽ മീഡിയ CC ക്യാമറ എല്ലാം ഉള്ളത് കൊണ്ട് പരസ്യമായിട്ട് എല്ലാവരും ഇതിലുണ്ട്. ഇപ്പൊ അന്നും ഇന്നും എന്നും ഒരേ രീതിക്ക് തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. പെൺകുട്ടിയെ റേപ്പ് ചെയ്യണ ഒരാൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്നാണ് ബ്രോഡ് ഒരു നിലപാട്? തൂക്കിക്കൊല്ലണം. തൂക്കിക്കൊല്ലണം. അതെ. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ തൂക്കിക്കൊല്ലാത്തത്? അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാ എന്താ പറയാ, ഇപ്പൊ തന്നെ റീസെന്റ് ആയിട്ട് ഒരു പെൺകുട്ടിനെ റേപ്പ് ചെയ്ത ഒരാളെ വിട്ടയച്ചായിരുന്നു തെളിവുകളില്ലാന്നും പറഞ്ഞിട്ട് നമ്മുടെ നിയമത്തിൽ. അതിനോട് എന്താണ്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതിനോട് എന്ന് പറയുമ്പോൾ തികച്ചും ശരിയില്ലാത്ത നടപടിയാണ്. പക്ഷേ ശരിയാണ്, കൊല്ലണം തന്നെയാണ്. അതായത് റേപ്പ് ചെയ്യണ ഒരു ആളെ കൊല്ലണം തന്നെയാണ് അടുത്ത ചെയ്യാൻ തോന്നുന്ന ഒരാൾക്ക് ഇതിനുള്ള ഭയം ഉണ്ടാവുള്ളൂ. നമ്മുടെ വിദേശ അറബ് നാട്ടിലൊക്കെ ചെയ്യണ തലവെട്ടിക്കളയാണ്.